സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ദുആഇന് ഇജാബത്ത് ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങളും മര്യാദകളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, ചോദിക്കുന്ന കാര്യം അതെന്താണ് എന്ന ബോധത്തോടെ ചോദിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, മനഃസാന്നിധ്യം ഉണ്ടാകണം. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആക്ക് ഇജാബത്ത് ലഭിക്കും എന്ന് നമ്മെ അറിയിച്ചിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൽ പ്രധാനപ്പെട്ട 6 സാഹചര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. മൂന്നാമത്തെ കാര്യം, ഖുശൂഉൽ ഖൽബി വൻകിസാറുഹു ബൈന യദൈ റബ്ബിഹി അസ്സ വജൽ ദുല്ലൻ വതദറുഅൻ. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ താഴ്മയോടെയും വിനയത്തോടെയും ഭയഭക്തിയോടുകൂടി ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പോഴും ഹമ്മിങ് ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങേയറ്റത്തെ താഴ്മയോടെയും വിനയത്തോടെയും ഭയഭക്തിയോടും കൂടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തദറുഅൻ വ ഖുഫിയ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിനയത്തോടെയും താഴ്മയോടെയും ദുആ ചെയ്യണം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദുആയിൽ അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. മഹാനായ ഇമാം ത്വബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, തദറുഅൻ എന്ന് പറഞ്ഞാൽ തദല്ലുലൻ വസ്തികാനതൻ ലിതാഅതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള അനുസരണം, വിധേയത്വം അത് വകവെച്ചു കൊടുത്തുകൊണ്ട് അങ്ങേയറ്റത്തെ വിനയത്തോടെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. വഖുഫിയതൻ എന്ന് പറഞ്ഞാൽ ബിഖുശൂഇ ഖുലൂബിക്കും, ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ഭയഭക്തി സമാഹരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. ഇത് ഏത് ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യമാണ്. നിസ്കരിക്കുകയാണെങ്കിലും മറ്റേത് ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും വിനയം, അങ്ങേയറ്റത്തെ വിനയം, അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിധേയത്വം കാഴ്ചവെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുഫിയതൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള ചോദ്യത്തിൽ, തേട്ടത്തിൽ നമ്മൾ വിനയം കാണിക്കുന്നതിന്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശബ്ദം താഴ്ത്തി ചോദിക്കുക എന്നുള്ളത്. ഭയഭക്തിയുള്ള വിനയുള്ള താഴ്മുള്ള ഒരാൾ ആരോടാണോ അത് അവൻ വകവെച്ചു കൊടുക്കുന്നു അയാളോട് ഉറക്കെ ചോദിക്കുമോ, ശബ്ദമുയർത്തി ചോദിക്കുമോ? നമ്മൾ കഴിഞ്ഞ ഈ സംസാരത്തിന്റെ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ദുആ സമ്മേളനം നടത്താൻ പറ്റുമോ? ഇവിടെ വഴിനീള പോസ്റ്റർ കാണും, ദുആ സമ്മേളനം. എന്താ ദുആ സമ്മേളനം എന്ന് പറഞ്ഞാൽ? വലിയ ഗ്രൗണ്ടിൽ പന്തലൊക്കെ കെട്ടി, സ്റ്റേജൊക്കെ കെട്ടി, വലിയ സൗണ്ട് സിസ്റ്റം, ലൗഡ് സ്പീക്കറൊക്കെ വെച്ച് അങ്ങ് ഉച്ചത്തിൽ സമ്മേളിച്ച് അങ്ങ് കൂട്ടമായി ദുആ ചെയ്യാം. ദുആന്റെ അടിസ്ഥാന മര്യാദകൾക്കെതിരാണത് ഈ ദുആ സമ്മേളനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാട്ടുപാടി ദുആ ചെയ്യാം, ഒക്കെ പാട്ടാണ്. ഖുതുബയും പാട്ട്, ദുആയും പാട്ട്, ദിക്റും പാട്ട്, സ്വലാത്തും പാട്ട്, ഒക്കെ പാട്ടാണ്. ഈ പാട്ടുപാടി ദുആ ചെയ്യാന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടാത്തൊരു ബുദ്ധിയില്ലാത്ത പരിപാടിയത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം നമ്മളെക്കാൾ നമ്മൾ ബഹുമാനിക്കുന്ന സ്ഥാനമുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ പാടി ചോദിക്കുമോ? നമ്മളൊരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബഹുമാനം ആദരവുള്ള ആളുകളോട്, അല്ലേ, നമ്മളെക്കാൾ പദവിയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പാടി ചോദിക്കുമോ? ഭ്രാന്ത് എന്നല്ലേ പറയാ ചോദ്യത്തിന്? ആ ചോദ്യത്തിന് വല്ല വിലയുണ്ടാവും? കളിയാക്കുക, അയാളെ കളിയാക്കുക എന്നല്ല വിചാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കാളും നമ്മൾ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ജാതി കോപ്രായങ്ങൾ കാട്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണത്, എത്ര അദബുകേടാണ്. അപ്പൊ അല്ലാഹുവിനോട് വിനയത്തിൽ, താഴ്മയിൽ ശബ്ദം താഴ്ത്തി ഭയഭക്തിയോടുകൂടി നമ്മൾ ചോദിക്കണം. ഒരിക്കൽ സ്വഹാബത്തിൽ ചിലർ ശബ്ദമുയർത്തി
ദുആവും ദിക്റൊക്കെ ചെയ്യുന്ന കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസിക്കും, കൂട്ടരെ നിങ്ങൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അതായത് സ്വന്തം കേൾക്കാൻ വേണ്ടി ചോദിച്ചാൽ മതി, മറ്റുള്ളവരെ കേൾപ്പിക്കണ്ട, ശബ്ദമുയർത്തണ്ട. ഇന്നക്കും ലൈസ തദ്ഊന അസമ്മ വലാ ഗായിബ. ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ട് 10,000-കണക്കിന് വാട്സൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് സൗണ്ട് മുടക്കി ആളുകളൊക്കെ വിളിച്ചു കൂട്ടി അലമുറയിട്ട് ചോദിക്കാൻ അള്ളാഹു കാത് കേൾക്കാത്ത ബധിരനോ സമീപത്തില്ലാത്ത മറഞ്ഞ ഗായിബോ അല്ല. ഇങ്ങനെ അലമുറയിട്ട് ചോദിക്കാൻ, ഒച്ചണ്ടാക്കി ചോദിക്കാൻ, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവരെ കേൾപ്പിച്ചു ചോദിക്കാൻ അള്ളാഹു കേൾക്കാത്തവനല്ല, മറഞ്ഞവനുമല്ല. ഇന്നക്കും തദ്ഊന സമീഅൻ ഖരീബ, നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുന്നത് സമീപസ്ഥനായ എല്ലാം കേൾക്കുന്ന റബ്ബിനോടാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം കേൾക്കാൻ ചോദിച്ചാൽ മതി. വഹുവ മഅക്കും, എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്, അവനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ദുആ ചെയ്യുന്നതിൻ്റെ, ദിക്ർ ചെയ്യുന്നതിൻ്റെ മര്യാദകൾപ്പെട്ടതാണ് സ്വയം നിയന്ത്രിച്ച് ചോദിക്കുക എന്നുള്ളത്. നമ്മൾ ചോദിക്കുന്നത് നമ്മൾ റബ്ബ് അറിഞ്ഞാൽ മതി, അപ്പുറത്തുള്ളവരെ വരെ അറിയിക്കേണ്ടതില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉം ദിക്റൊക്കെ ഉച്ചത്തിൽ ചൊല്ലിയ സന്ദർഭമുണ്ട്. ഇത് അടിസ്ഥാനമാണ്. ദുആ ദിക്റുകളുടെ അടിസ്ഥാനമാണ് എന്ത്? രഹസ്യമായി ആരെയും കേൾപ്പിക്കാതെ നമ്മളും റബ്ബും മാത്രം കേൾക്കുന്ന അവസ്ഥയിൽ വിനയത്തോടെ, താഴ്മയോടെ, അങ്ങേയറ്റത്തെ ഭയഭക്തിയോടെ ഗോപ്യമായി ചോദിക്കുക എന്നുള്ളത്, ഇതാണ് അസൽ. എന്നാൽ ഇതിന് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ദിക്റുകളെല്ലാം പഠിപ്പിച്ച സാഹചര്യം ഉണ്ട്. എപ്പോഴാണ് അത്? നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയാൽ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് തുടങ്ങുന്ന ദിക്ർ. അതും പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, മസ്ബൂക്കായി നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് സൊഫിലായിരിക്കും, പിന്നിൽ വൈകി വന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രൂപത്തിൽ, അവരുടെ നിസ്കാരം തശ്വീഷ് ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒച്ചയുണ്ടാക്കി ആ ദിക്ർ പോലും നമ്മൾ ചൊല്ലരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഫീഹി കറാഹിയത്തു റഫ്ഇ സൗതി ബിദ്ദുആഇ വദ്ദിക്ർ. ഈ ഹദീസിൽ എന്തിനുള്ള തെളിവുണ്ട്? ദുആഉം ദിക്റും ശബ്ദമുയർത്തി ചൊല്ലുന്നതിന് ചൊല്ലാൻ പാടില്ല, അതിൽ വിരോധമുണ്ട് എന്നതിനുള്ള തെളിവുണ്ട്. വബിഹി ഖാല ആമത്തു സലഫി മിന സ്വഹാബത്തി വത്താബിഈൻ. ദുആഉം ദിക്റും ശബ്ദമുയർത്തി ചൊല്ലാതിരിക്കലാണ് വേണ്ടത്. ഇതാണ് സലഫുകളിൽപ്പെട്ട സ്വഹാബത്തിലും താബിഈങ്ങളിലും പെട്ട അധികം ആളുകളുടെയും അഭിപ്രായം. അലിമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കവേ അദ്ദേഹം സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ പറഞ്ഞു, ഇസ്തിഹ്ബാബു ഖഫ്ളി സൗതി ബിദ്ദിക്രി ഇല്ലാ ഫിൽ മവാദിഇ അല്ലതി വറദ ശർഉ ബിറഫ്ഇഹി ഫീഹാ. ദിക്ർ ചൊല്ലുമ്പോൾ ശബ്ദം താഴ്ത്തുക എന്നുള്ളത് സുന്നത്താണ്, അല്ലേ? ദിക്ർ വാർഷികവും സമ്മേളനമൊക്കെ അവിടെ പൊളിഞ്ഞുപോയി. അതിലൊന്നും ശബ്ദം താഴ്ത്തുന്ന, ശബ്ദം കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടി. അപ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ ശബ്ദം താഴ്ത്തുക എന്നുള്ളത് അതാണ് സുന്നത്ത്, അതാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ ഇല്ലാ ഫിൽ മവാദിഇ അല്ലതി വറദ ശർഉ ബിറഫ്ഇഹി മിൻഹാ, ശർഇൽ അത് പ്രത്യേകം ഉച്ചത്തിൽ ചൊല്ലാൻ തെളിവുള്ളിടത്തല്ലാതെ അവിടെ എന്ത് ചെയ്യണം? ഉറക്കെ ചൊല്ലണം. അതിന് പ്രത്യേകം തെളിവ് വന്നിട്ടുണ്ടാവും. ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ മൗലവിമാര് സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു നമ്പറുണ്ട്. എന്തെങ്കിലും അവർ ദീനിൽ പുതുതായി ഇങ്ങനെ ദിക്ർ ഹൽക്ക, അല്ലെങ്കിൽ ദുആ സമ്മേളനം, മൗലൂദാഘോഷം, ഇപ്പോൾ ബദ്ർ മൗലൂദ്, അല്ലെ ബദരീങ്ങളുടെ ആണ്ട്, ഇതൊക്കെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരെന്താ സാധാരണക്കാർ, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തെളിവുണ്ടോ? അല്ലേ? ബദ്ർ മൗലൂദ് കഴിക്കാൻ പാടില്ല എന്ന തെളിവുണ്ടാ? ഇതിനാഘോഷം ചെയ്യാൻ പാടില്ല എന്ന തെളിവുണ്ടാ? വിഡ്ഢിത്തരാണ് ചോദ്യം. ഒരു കാര്യം ചെയ്യാനാണ് തെളിവുണ്ടത്. ഇബാദത്തുകളാകുന്ന, നന്മയാകുന്ന, സൽക്കർമ്മമാകുന്ന ഏതൊരു കാര്യം ദീനിൽ ചെയ്യാനാണ് തെളിവ് വേണ്ടത്. ചെയ്യാതിരിക്കാൻ തെളിവാണോ? ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് എന്നാ തെളിവ്? റസൂല ചെയ്തിട്ടില്ല, അതന്നെ തെളിവ്. ചെയ്യാനാണ് തെളിവ് വേണ്ടത്. അൽ അസ്ലു ഫിൽ ഇബാദത്ത് അൽ മൻഅ. ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിലക്കാണ്. ഒന്നും ചെയ്യാൻ പാടില്ല റസൂല കാണിച്ചു തന്നതല്ലാതെ. അപ്പൊ ദിക്റും ദുആവും അതിന്റെ അടിസ്ഥാനം ശബ്ദം താഴ്ത്തുക എന്നുള്ളതാണ്. ഇനി ശബ്ദം ഉയർത്തണമെങ്കിൽ എന്ത് വേണം? അതിന് പ്രത്യേകം തെളിവ് വേണം. അതിന് പ്രത്യേകം തെളിവുള്ള സാഹചര്യമാണ് നമ്മൾ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ചൊല്ലുന്ന ദിക്റുകൾ, ശബ്ദമുയർത്താം. അതുപോലെ തന്നെ നമ്മൾ വിത്റിൽ ദിക്റുകളില്ലേ, വിത്ർ കഴിഞ്ഞ് സലാം വീട്ടിയതിനു ശേഷം ചൊല്ലുന്നില്ലേ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. മൂന്നാമത്തെ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമുദ്ദു സൗതഹു,
മൂന്നാമത്തെ തവണ ചൊല്ലുമ്പോൾ ഒന്നും കൂടി ശബ്ദമുയർത്തി ശബ്ദം നീട്ടി സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. അപ്പൊ ശബ്ദം കേൾക്കൂലേ? കേൾക്കും. അതവിടെ പ്രത്യേകം വന്നിട്ടുണ്ട്, പ്രത്യേകം തെളിവുള്ളത് അങ്ങനെ ചെയ്യണം. അത് ഇസ്തിസ്ന ആണ്, അത് ഒഴിച്ചു നിർത്തി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ, ദിക്ർ ചെയ്യുമ്പോൾ ശബ്ദം താഴ്ത്തുക എന്നത് അള്ളാഹുവിനോട് തേടുന്നതിന്റെ, പ്രാർത്ഥിക്കുന്നതിന്റെ വിനയത്തിന്റെയും താഴ്മയുടെയും ഭാഗമാണ്, ഭയഭക്തിയുടെ അടയാളമാണത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നാലാമത്തെ കാര്യം അൽ അംറു റാബി ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി വഖ്ത ദുആ. ദുആ ചെയ്യുന്ന നേരത്ത് ഖിബലയിലേക്ക് തിരിയുക എന്നുള്ളത് ദുആഇന്റെ ഷർത്തുകളല്ല, ഒഴിച്ചുകൂടാനാവാത്ത നിബന്ധനകളല്ല. ഖിബലയിലേക്ക് നേരെ തിരിയാതെയും ദുആ ചെയ്യാം, പക്ഷെ നല്ല മര്യാദകൾപ്പെട്ടതാണ്. ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂട്ടുന്ന നല്ല ദുആഇന്റെ മേന്മകളിൽപ്പെട്ടതാണ്. ഇതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഖിബലയിലേക്ക് തിരിയാതെ ഒരാൾക്ക് ദുആ ചെയ്യാം. ഖിബലയിലേക്ക് തിരിയണമെന്നത് ദുആഇന്റെ അവിഭാജ്യ ഘടകമല്ല, നിർബന്ധമായ കാര്യമല്ല. പക്ഷേ ദുആഇന്റെ ശ്രേഷ്ഠത, അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന അതിന്റെ അദബുകളിൽപ്പെട്ടതാണ്. ബദർ യുദ്ധത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ ടെന്റിൽ നിന്ന് ശത്രുക്കൾ തടിച്ചുകൂടിയത് കാണുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ 3 ഇരട്ടിയുണ്ട് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖൈമയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഫസ്തഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഖിബ്ല. ഖിബ്ലയിലേക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു. സുമ്മ മദ്ദ യദൈഹി, പിന്നെ തന്റെ 2 കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി നബി ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞിട്ട് ദുആ ചെയ്തു. അത് ആ സംഭവം വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ ഒരിക്കൽ തുഫൈൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദൗസ് ഗോത്രക്കാരനായിരുന്നു. ദൗസ് ഗോത്രത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു തുഫൈൽ റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് ഇസ്ലാമിന് വലിയ ദ്രോഹം ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു, ഗോത്രക്കാരായിരുന്നു ദൗസ്. അങ്ങനെ തുഫൈൽ റളിയല്ലാഹു അൻഹു ഇവരുടെ ശല്യവും പീഡനവും സഹിക്കവയ്യാതെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, അവര് ധിക്കാരത്തിലാണ് നബി, സഹിക്കാൻ പറ്റുന്നില്ല, പ്രയാസമാണ്, അതുകൊണ്ട് അവർക്കെതിരെ ദുആ ചെയ്യണം എന്നർത്ഥത്തിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറയാം. ഇത് കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞു. 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി. ഇത് കണ്ടതും ചിലർ പറഞ്ഞു, ഹലക ദൗസ്, ദൗസ് ഗോത്രം നശിച്ചത് തന്നെ. കാരണം നബീദ് അവർക്കെതിരെ ദുആ ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ട്. കിബിലക്ക് നേരെ തിരിഞ്ഞു, കൈകൾ പൊക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായ ദുആയാണെന്ന്. അപ്പൊ കിബിലക്ക് നേരെ തിരിയാന്നുള്ളത് ദുആഇന്റെ മര്യാദയാണ്, നല്ല മര്യാദയാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ദുആ ചെയ്ത്? കൂടെ നിന്നവരുടെ പ്രതീക്ഷ തെറ്റിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ ഫഅതി ബിഹിം. അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിനെ നീ നശിപ്പിക്കണമേ എന്നല്ല, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണമേ, അവരിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഹിദായത്ത് നൽകി നീ പുറത്തു കൊണ്ടുവരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പിന്നീട് ദൗസ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചയാണ് ചരിത്രം കണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, അതുപോലെ തന്നെ അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്നതിനുള്ള തെളിവും ഈ സംഭവത്തിലുണ്ട്. അപ്പോ ദുആ അതിന്റെ മേന്മകളിൽപ്പെട്ടതാണ്, നല്ല ദുആഇന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുക എന്നുള്ളത്. റമളാനിൽ നമ്മൾ ഒരുപാട് സമയം മസ്ജിദിൽ ചെലവഴിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വീട്ടിലോ യാത്രയിലോ മറ്റെവിടെങ്കിലൊക്കെ ആണെങ്കിൽ ഖിബ്ലക്ക് നേരെ തിരിയാൻ ചിലപ്പോൾ ഖിബ്ലന്റെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ മസ്ജിദിലാവുമ്പോഴെങ്കിലും മസ്ജിദിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, ദിക്ർ ചെയ്യുമ്പോൾ പരമാവധി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 5ാമത്തെ കാര്യം അത്വഹാറത്തു ഇൻദ ദുആ. ദുആ ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടാകണം. ഇത് ദുആഇന്റെ നല്ല മര്യാദകൾപ്പെട്ടതാണ്. അത് നിർബന്ധമായ ബാധ്യതയല്ല, ദുആ സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകളിൽ പെട്ടതല്ല. ശുദ്ധി ഇല്ലെങ്കിലും ഉദു ഇല്ലെങ്കിലും നമുക്ക് ദുആ ചെയ്യാം, ഏത് സാഹചര്യത്തിലും നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ നല്ല മര്യാദകൾപ്പെട്ടതാണ്. പൊതുവെ ഒരു മുസ്ലിം അവന് ശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് നിരുപാധികം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ശുദ്ധിയില്ലാത്ത സമയങ്ങൾ ഉണ്ടാവാറില്ല. അപ്പൊ എപ്പോഴും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ വുളൂ ഉള്ളവനായിരിക്കുക എന്നുള്ളത് എന്താണ്?
സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രസക്തി വർദ്ധിക്കും. കാരണം ഒരു ഇബാദത്താണ്, അള്ളാഹുവിനുള്ള തേട്ടമാണ്. നമ്മളൊരു ഇബാദത്തും ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മളെ ദിനചര്യകൾ, ജോലിയും യാത്രയും കടയിൽ പോക്കും അങ്ങാടി പോക്കും, ആ സമയത്ത് വരെ ഉതുണ്ടായിരിക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരു പൈസ ചെലവില്ലാതെ കൂലി കിട്ടുന്ന കാര്യമാണ്. ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസക്തി ഏറും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് നബിയോട് സലാം പറഞ്ഞു. വുളു ചെയ്യുന്നതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയില്ല. നബി എപ്പോഴാണ് സലാം അടക്കിയത്? വുളു പൂർത്തിയാക്കിയതിനു ശേഷം നബി സലാം അടക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് വുളുവിനടക്ക് താൻ സലാം അടക്കാതിരുന്നത് എന്നതിൻ്റെ കാരണം അയാൾക്ക് അറിയിച്ചു കൊടുത്തു. ഇന്നഹു ലം യംനഅനി അൻ അറുദ്ദ അലൈക ഇല്ല അന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ ഇല്ല അലാ തഹാറത്തിൻ. വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സലാം മടക്കാൻ എന്നെ തടഞ്ഞ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ ദിക്ർ ചെയ്യാൻ, സ്മരിക്കാൻ ഞാൻ വെറുക്കുന്നത് കൊണ്ടാണ്. അതായത് അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നൊരു വാക്കുരുവിടാൻ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ അത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. സലാം അടക്കാന്നുള്ളത് ദുആ ആണ്, അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ദുആ ആണ്. അത് കേവലം ഒരു വിഷിംഗ് മാത്രമല്ല. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും കാരുണ്യവും ബറക്കത്തൊക്കെ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. തിരിച്ചു പറയുന്ന ആളും അത് തന്നെ ആവർത്തിക്കുകയാണ്. അള്ളാഹു എന്നുള്ള രക്ഷയും സമാധാനവും അവനിൽ നിന്നുള്ള റഹ്മത്തും ബറക്കത്തും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ദുആ ആണത്. അള്ളാഹുവിന്റെ പേരോടെ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു എന്നുള്ള രക്ഷയും സമാധാനവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിക്റാണ്. അതുകൊണ്ട് വുളു ഇല്ലാതെ അത് ഉരുവിടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു സലാം അടക്കാൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ഉണ്ടാകണമെന്ന് നിർബന്ധം കാണിച്ചിരുന്നു. അതായത് ശ്രദ്ധിച്ചിരുന്നു, അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അപ്പൊ പിന്നെ ദുആ ചെയ്യുമ്പോഴോ? സലാം അടക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമില്ല ദുആ ചെയ്യുക എന്നുള്ളത്. ഇബാദത്താണ്. ശരി. അപ്പോൾ ഏത് സമയത്തും വുളു ഉണ്ടാകണം. പ്രത്യേകിച്ച് ദുആ ചെയ്യുമ്പോഴും ദിക്ർ ചെയ്യുമ്പോഴും വുളു ഉണ്ടായിരിക്കണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഇത് വാജിബായ കാര്യമല്ല. വുളു ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ കയറി ഇറങ്ങുമ്പോൾ പഠിപ്പിച്ചതാണ് ഗുഫ്രാനക്, അള്ളാഹുവെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള എൻ്റെ രഹസ്യം? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനുള്ള അതിൻ്റെ കാരണം എന്താണ്? ആ സമയത്ത് ദിക്ർ ചെയ്യുന്നില്ല. ടോയ്ലറ്റിനകത്ത് പോയി ദിക്ർ ചെയ്യാൻ പാടുമോ? നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴുള്ള ദുആ ഉണ്ടല്ലോ, ടോയ്ലറ്റിനകത്ത് കയറിയിട്ടല്ല ദുആ ചെയ്യേണ്ടത്. പുറത്തുനിന്ന് ദുആ ചെയ്തിട്ട് കയറണം. അകത്ത് കയറി എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന്റെ പേരോ ദിക്റോ ഒന്നും പരാമർശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം പുറത്തിറങ്ങുന്ന ദുആ ചെയ്യാൻ. അതാണ് അതിന്റെ ശരിയായ രീതി. ടോയ്ലറ്റിനകത്ത് നമ്മൾ ഇരിക്കുന്ന അല്പസമയം അള്ളാഹുവിനെ ഓർക്കാൻ, സ്മരിക്കാൻ സാധിക്കാതെ പോയി, അതിനുള്ള അവസരം ഇടില്ല. അതിന് അള്ളാഹുവിനോട് അള്ളാഹു ഒരല്പനേരം നിന്നോടുള്ള ദിക്റിൽ നിന്ന് അശ്രദ്ധനായി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. ആ ദുആന്റെ രഹസ്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു വിശദീകരണം ഇതാണ്. മറ്റൊന്ന്, ഈ നമ്മൾ ദിവസവും 4-5 നേരം അകത്തേക്ക് തള്ളിവിടുന്ന സംഗതി, അതിലാവശ്യമുള്ളത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് ആവശ്യമില്ലാത്ത വേസ്റ്റ് പുറന്തള്ളുക എന്നുള്ള പ്രോസസ്സ്, ഈ ദഹന വ്യവസ്ഥ, അതൊന്ന് 2 ദിവസത്തേക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? മനുഷ്യൻ തീർന്നു. ഡെയിലി ഈ അത്ഭുതകരമായ അല്ല എന്തുമാത്രം രാസപ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഡൈജഷൻ നടക്കണമെങ്കിൽ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ചിലർക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കും. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്തോടെ നോമ്പെടുക്കാനും പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സംഗതി അതങ്ങ് പോയി കഴിഞ്ഞാലുള്ള റാഹത്ത് അനുഭവിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. റബ്ബേ, ഇത് നീ ചെയ്ത വലിയ നിഅമത്താണ്, ഇതിന് ശുക്ർ ചെയ്യാൻ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടാകും, നീ എനിക്ക് പുറത്തു തരണമേ. ഗുഫ്രാനക്. ഇതാണ് ദുആഇന്റെ രഹസ്യമായി. ഓരോ ദുആഇനും പിന്നിൽ ഇങ്ങനെയുള്ള രഹസ്യങ്ങളുണ്ട്, സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നല്ല അദബുകളിൽപ്പെട്ടതാണ്. 6ാമത്തെ കാര്യം റഫ്ഉൽ യദൈനി ഇൻദ ദുആ. ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളത്.
ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം, പൊതുവെ അടിസ്ഥാനപരമായി ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ് സുന്നത്ത്. എന്നാൽ കൈകൾ ഉയർത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത സാഹചര്യത്തിൽ കൈകൾ ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ് സുന്നത്ത്. ആ കൂട്ടത്തിൽപ്പെട്ട നമ്മൾ വിശദമായി കഴിഞ്ഞ 2 ദർസുകളും വിശദീകരിച്ചു. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം കൈ പൊക്കിയൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. അവിടെ കൈ പൊക്കാതെ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും ദുആയൊക്കെ ചൊല്ലലാണ്. ആയത്തുൽ കുർസി വരെ, അവസാനത്തെ 3 സൂറത്തുകൾ വരെ, അല്ലാഹുമ്മ അൻതസ്സലാം മിനക്കസ്സലാം, അതൊക്കെ ദുആയാണ്, ദിക്റാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ദുആ ചെയ്യണം. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ കൈ പൊക്കാൻ പാടുണ്ടോ നിസ്കാരത്തിൽ? ഇല്ല. അതുപോലെ തന്നെ നിസ്കാരം തുടങ്ങുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ട്, പ്രാരംഭ പ്രാർത്ഥന. അവിടെ കൈ പൊക്കണോ? പാടില്ല. സുജൂദിൽ ദുആ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഫഅക്സിറു ദുആ, സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കണം. കാരണം നിങ്ങൾ റബ്ബിനോട് ഏറ്റവും അടുത്ത സാഹചര്യമാണത്. കൈപൊക്കാൻ പാടുണ്ടോ? സുജൂദിന്റെ ഇടയിലുള്ള എത്തും റബ്ബി ഗഫിർലി ദുആ ആണ്. കൈപൊക്കാൻ പാടുണ്ടോ? പാടില്ല. അതുപോലെ തന്നെ ഇമാമ് ജുമാക്ക് ഖത്തീബ് മിമ്പർമ കയറി ദുആ ചെയ്യുമ്പോൾ കൈപൊക്കേണ്ടതില്ല, കൈപൊക്കാൻ പാടില്ല. അപ്പൊ കൈ പൊക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത സാഹചര്യങ്ങൾ കൈ പൊക്കാതിരിക്കലാണ് സുന്നത്ത്. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ബാങ്കിന് ഇഖാമത്തിന്റെ ഇടയിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ഇനി നമ്മൾ പള്ളിയിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് പെട്ടെന്നൊരു പ്രയാസം തോന്നി ബിസ്മി ഹംദു സ്വലാത്തിന്റെ ഇടയിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നിരുപാധികമുള്ള ദുആ, അവിടെയൊക്കെ നമുക്ക് കൈപൊക്കാം. അപ്പൊ കൈ പൊക്കുക എന്നുള്ളത് ദുആഇന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ലൊരു മര്യാദയാണ്. മാത്രമല്ല അത് വളരെ അള്ളാഹുവിനോട് നമ്മൾ തേടുമ്പോൾ നമ്മൾ കാഴ്ചവെക്കുന്ന വിനയത്തിന്റെ ഒരു പ്രകടഭാവം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ, നിങ്ങളുടെ റബ്ബ് ഉദാരവാനാണ്, അവൻ ലജ്ജിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ്, അവൻ ലജ്ജയുള്ളവനാണ്. യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, അള്ളാഹുവിനോട് തന്റെ കരങ്ങൾ ഉയർത്തി തേടുന്ന ഒരടിമ, ദുആ ചെയ്യുന്ന ഒരടിമ, അവന്റെ കരങ്ങൾ ശൂന്യമായി വെറുതെ സ്വീകരിക്കാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അള്ളാഹിനോട് കൈകൾ ഉയർത്തി തേടിയാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കാതെ തിരസ്കരിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അപ്പൊ കൈ ഉയർത്തി തേടിയാൽ അള്ളാഹു സ്വീകരിക്കാൻ ആ ദുആക്ക് സാധ്യത ഏറെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ബദറിന്റെ സാഹചര്യത്തിൽ നബിയുടെ ദുആ കൈപൊക്കിയിട്ടായിരുന്നു. ദൗസ് ഗോത്രത്തിനെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപൊക്കിയാണ് ദുആ ചെയ്തത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഈ ദുആ ചെയ്യുമ്പോൾ കൈപൊക്കുക എന്നുള്ളത് വദാലിക ലിഅന്ന ഹയ്അത റഫ്ഇൽ യദൈനി ഇല സമാ, ആകാശത്തേക്കാണ് അവൻ കൈപൊക്കുന്നത്. അല്ല, കൈ ഇങ്ങനെയല്ല നമ്മൾ പിടിക്കണം. ചില ആളുകൾ ഇങ്ങനെ പിടിക്കും. പല ജാതി പിടുത്തുണ്ട് ദുആ ചെയ്യുമ്പോൾ. കൈ കെട്ടുമ്പോൾ, നിസ്കരിക്കുമ്പോൾ കൈ കെട്ടുമ്പോൾ വരെ, കൈ കെട്ടുമ്പോൾ ചിലത് ഇങ്ങനെ കെട്ടുന്നതാണ്. കണ്ടുക്കണോ നിങ്ങൾ? ഒരുപാട് പറഞ്ഞാണ് ഇങ്ങനെ കൈ കെട്ടുക, ഇങ്ങനെ കൈ കെട്ടുക, ചിലത് ഇങ്ങനെ വന്നൊരു കെട്ടല. അപ്പൊ ഇതുപോലെ തന്നെ ദുആ ചെയ്യുന്ന രംഗത്തും കാണാം. ശരിക്ക് നമ്മുടെ നാട്ടിൽ ചില ആൾ ഇങ്ങനെ പിടിക്കലുണ്ടല്ലേ കൈ, അല്ലെ? ഇങ്ങനെയൊക്കെ 2 കൈ ഇങ്ങനെ പിടിക്കല്ലേ? ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, അല്ലെ? ഇങ്ങനെ ഒരു പിടുത്തുണ്ടല്ലോ, അല്ലെ? ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. 2 കൈ ഇങ്ങനെ കൂട്ടി വെച്ച്. ഇതാണ് ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തേണ്ടുന്ന യഥാർത്ഥ രീതി. അപ്പൊ ഈ പിടുത്തം എങ്ങോട്ടേക്കാ? കൈ എവിടത്തേക്ക് നമ്മൾ ഉയർത്തിയിരിക്കുന്നത്? ആകാശത്തേക്കാണ്. അള്ളാഹുവിന്റെ സ്ഥാനം ആകാശത്തേക്കാണ്. അള്ളാഹുവിന്റെ സ്ഥാനം, അള്ളാഹു എവിടെയാണ്? അയ്നല്ലാഹ് എന്നതിന് തെളിവ് കൂടെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുന്ന ആകാശത്തേക്കാണ്. അത്ര ഉയർത്തണ്ട, അത്ര ഉയർത്തിയാൽ മതി, ഇങ്ങനെ ഉയർത്തണ്ട. ശരി. അപ്പൊ ആകാശത്തേക്കാണ് നമ്മൾ കൈകൾ ഉയർത്തുന്നത്. നമ്മുടെ കൈയിന്റെ ഉള്ളം ഭാഗം നമ്മുടെ മുഖത്തോട് അഭിമുഖമായി ആകാശത്തേക്കാണ് നമ്മൾ കൈകൾ ഉയർത്തേണ്ടത്. ഇതൊരടിമയുടെ ആശ്രിതത്വം, അവന്റെ വിനയം, അള്ളാഹുവിന്റെ മുമ്പുള്ള വിധേയത്വമാണ് അറിയിക്കുന്നത്. അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ആളുടെ മുമ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില നമ്മൾ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചില യാചകര് വളരെ സാധുക്കളായിരിക്കും, അതിൽ കപടന്മാരുണ്ടാവും, അത് പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു. ചില പറ്റ സാധുക്കൾ നമുക്ക് കണ്ടറിയാം. അവരൊന്നുമില്ലാതെ ചിലപ്പോൾ മെലിഞ്ഞൊട്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വക ഉണ്ടാവില്ല. അവര് ഈ വഴി കൂടെ നടന്നു പോകുന്നവരുടെ മുമ്പിൽ നീട്ടുന്ന ഒരു വല്ലാത്തൊരു നിസ്സഹായത ഉണ്ട്. ചിലപ്പോൾ അത് കാണുമ്പോൾ നമ്മളെ കൽബ് പൊട്ടും.
അല്ലേ? അവരാര്, ഏത്, അവരുടെ അഡ്രസ്സ് എന്ത്, മുസ്ലിമോ കാഫോ, അതൊന്നും നമ്മൾ നോക്കൂല. പക്ഷെ ആ ഒരു ആശ്രിതത്വം ഉണ്ടല്ലോ, ആ ഒരു നിസ്സഹായത, അതാണ് ശരിക്കും കൈ നീട്ടുമ്പോൾ അന്യന്റെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ അള്ളാഹുവെ സഹായിക്കണേ. ഇജ്ജത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. ഇത്, ഈ ആശ്രിതത്വം, ഈ നിസ്സഹായത നമ്മൾ ആരുടെ മുമ്പിൽ മാത്രമേ വകവെച്ചു കൊടുക്കാവൂ? അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അത് ഉബൂദിയത്താണ്. കാരണം അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അള്ളാഹു പറഞ്ഞില്ലേ, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹുവാണ് സർവ്വ ഐശ്വര്യത്തിന്റെയും സമ്പന്നതയുടെയും ധന്യതയുടെയും ഉടമസ്ഥൻ. അവൻ സ്തുത്യർഹനാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യം, നമ്മുടെ ആശ്രിതത്വം, ഇത് നമ്മൾ പ്രകടിപ്പിക്കുന്ന രംഗമാണ് ഈ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്നുള്ളത്. അത് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യത നൽകുന്ന കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഇപ്പൊ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ, പ്രയാസം കടുക്കുന്ന വേളയിൽ വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈപൊക്കി ദുആ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്ത്? അതെ, മഴയ്ക്ക് വേണ്ടി അവിടുന്ന് ക്ഷാമം അനുഭവിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ കക്ഷത്തിന്റെ വെള്ള കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ പൊക്കിയിട്ടുണ്ടാവും. കക്ഷത്തിന്റെ വെളുപ്പ് കാണണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സാല യഹ്തിഫു ബിറബ്ബിഹി മാദ്ദൻ യദൈ. തന്റെ റബ്ബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി തേടിക്കൊണ്ടേയിരുന്നു, മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ട്. ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈ. നബിയുടെ തോളത്തിട്ട നബിയുടെ തട്ടം വീണുപോയി. അപ്പൊ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടാവും, അല്ലാതെ തട്ടം വീഴൂലല്ലോ. ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ തട്ടം വീഴൂലല്ലോ. തോളത്തിട്ട തട്ടം വീഴുന്ന രൂപത്തിൽ നബി കൈപൊക്കി. അപ്പൊ പ്രയാസം കടുക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ അങ്ങേറ്റം ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്. പിന്നെ മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ നിന്ന് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൽ മിമ്പറിൽ നിന്ന് ഖുത്ബ പറയുന്ന സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ഹത്താ യുറാ ബയാദു ഇബ്തൈ. നബിയുടെ കക്ഷത്തിന്റെ വെളുപ്പ് കാണുവോളം നബി കൈകൾ ഉയർത്തി. അപ്പൊ കൈകൾ ഉയർത്തുക എന്നുള്ളത് ദുആഇന്റെ നല്ല മര്യാദകൾപ്പെട്ടതാണ്. ഏഴാമത്തെ കാര്യം, അൽ ബദാഅതു ബിഹംദില്ലാഹി വതംജീദിഹി ثم الصلاة على نبيه محمد صلى الله عليه وسلم قبل الدعاء. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിനെ അവന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന വാചകങ്ങൾ കൊണ്ട് പുകഴ്ത്തിയുമെല്ലാം ദുആ ആരംഭിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് നിർവഹിക്കുക. ദുആ എപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ദുആ ചെയ്യാം. ആ ദുആക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഉത്തരം ലഭിക്കാൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് കേൾക്കണം. വേറെ ചില റിപ്പോർട്ടിൽ കാണാം അതല്ലാതെ ആ മനുഷ്യൻ ദുആ ചെയ്യാൻ. അപ്പൊ ദുആ ചെയ്യുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചില്ല, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിയില്ല, നബിന്റെ പേരിൽ സ്വലാത്തും ചൊല്ലിയില്ല. എന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. അപ്പൊ നബി പറഞ്ഞു അജില ഹാദ. അയാൾ തിരക്കൂട്ടി, അള്ളാഹുവിനെ സ്തുതിക്കാതെ അവന്റെ മഹത്വത്തെ വാഴ്ത്താതെ സ്വലാത്ത് ചൊല്ലാതെ തിരക്ക് കൂട്ടിയിട്ടാണ് അയാൾ ദുആ ചെയ്തത്. എന്നിട്ട് നബി പറയാണ് ഇദാ സ്വല്ല അഹദുക്കും. പൊതുവെ നിസ്കാരത്തിലാകട്ടെ അല്ലാത്ത സാഹചര്യത്തിലാകട്ടെ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദ നബി പഠിപ്പിക്കുകയാണ്. ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ദുആ ചെയ്യുകയാണെങ്കിൽ ഫൽയബ്ദ ബിതഹ്മീദി റബ്ബിഹി അസ്സ വജല്ല വസ്സനാഇ അലൈഹി. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അവനെ പുകഴ്ത്തിക്കൊണ്ടും നിങ്ങളുടെ ദുആ ആരംഭിക്കുക. സുമ്മ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. സുമ്മ യദ്ഉ ബഅദു ബിമാ ശാ, പിന്നീട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊള്ളാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഹംദ് പല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അതുപോലെ തന്നെ ഹംദും
തംജീദും സനാഉം ഒരുമിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇതൊക്കെ ദുആ ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് അല്ലെങ്കിൽ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ, ഇങ്ങനെയുള്ള പിന്നെ വാചകങ്ങൾ നമുക്ക് ഉരുവിടാം. എന്നിട്ട് ദുആ ചെയ്യാം. ആ ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് നിസ്കാരത്തിലുള്ള ദുആ, അതും പ്രത്യേകിച്ച് നിസ്കാരത്തിൽ തശഹുദിന് ശേഷം അവസാനം സലാം വിട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ബാങ്ക് കൊടുത്ത ഉടനെ ദുആ ചെയ്യണം? നമ്മൾ പറഞ്ഞു ബാങ്കിന് ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയം ഉടനീളം നമുക്ക് ദുആ ചെയ്യാം. അതല്ലാതെ ബാങ്ക് കൊടുത്ത ഉടനെ ദുആ ചെയ്യാം. ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് ബാങ്കിന് ശേഷമുള്ള നമ്മൾ ചൊല്ലാറുള്ള ദുആ ചൊല്ലിയതിനു ശേഷം നമുക്കിഷ്ടമുള്ള ദുആകൾ ചൊല്ലാം. സൽ തുഅത, നിങ്ങൾ ചോദിച്ചാൽ നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആക്ക് പുറമെ ഈ സാഹചര്യങ്ങളിലെ ദുആ എന്തുകൊണ്ട് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയേറുന്നു? അതിനുള്ള കാരണം എന്താണ്? അതിന്റെ രഹസ്യം എന്താണ്? അവിടെ ഹംദും തംജീദും സ്വലാത്തൊക്കെ നിർവഹിച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാങ്കിന് തൊട്ടുടനെ ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു അക്ബർ, ബാങ്കിന് ഇജാബത്ത് കൊടുത്തില്ലേ, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തി. അതുപോലെ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് ബാങ്കിന് ശേഷമുള്ള ദുആ നമ്മൾ ചൊല്ലുമ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് ചോദിച്ചാൽ നിനക്ക് ലഭിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹംദ് സ്വലാത്തും അള്ളാഹുവിന്റെ പുകഴ്ചയും അവന്റെ മഹത്വത്തെ വാഴ്ത്തലൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദുആക്ക് പോരിശയേറി. നിസ്കാരത്തിൽ സലാം വിട്ടുന്നതിന് തൊട്ടുമുമ്പുള്ള ദുആ ഇത് തന്നെയാണ് അവസ്ഥ അല്ലെ? നമ്മളത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. ദുആഉൽ ഇസ്തിഫ്താഹ്, സൂറത്തുൽ ഫാത്തിഹ, പിന്നെ റുക്കൂ, സുജൂദ്, അത് കഴിഞ്ഞ് നമ്മൾ തശഹുദിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താണ് അത്തഹിയാത്തിലൂടെ. എന്നിട്ട് വീണ്ടും ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പൊ ആ ദുആക്ക് കനമേറും. മനസ്സിലായില്ലേ? അതിന് ഫളിലേറും. അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. എട്ടാമത്തെ കാര്യം അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാറു ബൈന യദൈ അദ്ദുആ. ദുആഇന് മുമ്പ് നമ്മൾ തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും ഒരുപാട് കേട്ടു പരിചയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ ദീർഘദൂരം യാത്ര ചെയ്ത് മുടിയെല്ലാം ജടപിടിച്ച് വസ്ത്രത്തിലെല്ലാം പൊടി പുരണ്ട് ആകാശത്തേക്ക് തന്റെ ഇരുകരങ്ങളും ഉയർത്തി വിളിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്. നോക്കൂ നിങ്ങൾ, ഇയാളുടെ ഈ വിശേഷണങ്ങൾ, ഹദീസിൽ പറഞ്ഞ ഈ വിശേഷണങ്ങളൊക്കെ ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത ഏറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന്, അയാൾ യാത്രക്കാരനാണ്. യാത്രക്കാരന്റെ ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന ദുആ ആണ്. രണ്ട്, അയാളുടെ ശരീരത്തിൽ പൊടി പിടിച്ചിട്ടുണ്ട്, മുടി ജട കുത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിനയത്തിന്റെ ഭാഗമാണ്. എല്ലാവരും ഈ പറഞ്ഞതിനകത്ത് എല്ലാവരും പൊടിയും പിടിച്ച് ജട പിടിച്ച മുടി കൊണ്ട് ചോദിക്കണം എന്നല്ല, മറിച്ച് അയാൾ അത്രയും ആവശ്യക്കാരനാണ്. അതൊന്ന് വൃത്തിയാക്കി, അതല്ലെങ്കിൽ ശുദ്ധിയാക്കി അള്ളാഹുവിനോട് ചോദിക്കാൻ അയാൾക്ക് സമയമില്ല. അത്രയും ആവശ്യക്കാരനായി വിനയാന്വിതനായി എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. മാത്രമല്ല അയാൾ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇല സമ, കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. പിന്നെ വിളിക്കുന്ന ആരെയാണ്? അള്ളാഹിനെ മാത്രമാണ് വിളിക്കുന്നത്. യാ റബ്ബ് യാ റബ്ബ്. അള്ളാഹുവിന്റെ അസ്മാ അൽ ഹുസ്നയിൽ അള്ളാഹുവിന്റെ അടിസ്ഥാന നാമങ്ങളിൽപ്പെട്ട റബ്ബ് എന്ന് മുൻനിർത്തിയിട്ട് അത് തവസ്സുലാക്കിയിട്ടാണ് അള്ളാഹുവിനെ വിളിക്കുന്നത്. പക്ഷേ എന്താണ് അയാളുടെ അവസ്ഥ? വമതഅമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ പാനീയം ഹറാമാണ്. വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. അയാളുടെ സമ്പാദ്യം ഹറാമാണ്, സമ്പാദ്യം ഹലാലല്ല. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? ഉത്തരം ലഭിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ അയാളുടെ വിഷയത്തിലുണ്ട്, വിശേഷണങ്ങൾ. പക്ഷേ ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം അയാളുടെ ജീവിതത്തിൽ എന്താണ്? സമ്പാദ്യത്തിൽ ഹക്കും ബാത്തിലും അയാൾ പരിഗണിച്ചിട്ടില്ല, ഹറാം കലർന്നിട്ടുണ്ട്. അയാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, ഈ ഹദീസിനെ മുൻനിർത്തിയിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് എപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോഴും ധാരാളം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യണം. കാരണം എന്താ? വൻ പാപങ്ങൾ അല്ലാഹു പൊറുക്കുക തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടാണ്.
അത് കേവലം നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കില്ല. റമദാനിൽ നമ്മുടെ നോമ്പ് കൊണ്ട് പോലും നമ്മുടെ വൻ പാപങ്ങൾ പൊറുക്കുകയില്ല. അതിന് ഓരോന്നിനും പ്രത്യേകം തൗബ ചെയ്യണം. നമ്മൾ അറിയാതെ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മൾ വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം? വൻപാപങ്ങൾ തൗബ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഈ ചെറുപാപങ്ങൾ അത് ഇബാദത്തുകൾ കൊണ്ട് സോൾവ് ആയി പോകും. ഈ ചെറിയ തിന്മകൾ നമ്മൾ നിസാരമായി കണ്ട് ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചുപോയാൽ അൽ ഇസ്റാറു അല സഗായിർ തകൂനു മൻസിലത്തൽ കബായിർ. പണ്ഡിതന്മാർ പറയുന്നു, ചെറിയ തിന്മകളിൽ നമ്മൾ അതിനെ ലാഘവബുദ്ധിയോട് കണ്ട് അത് ഉറച്ചുപോയി നമ്മുടെ നിത്യജീവിതത്തിലെ നിത്യസംഭവമായി ചെറിയ തിന്മകൾ, എങ്കിൽ അത് വൻപാപങ്ങളുടെ പദവിയിൽ ഉയരും. നമ്മളാകട്ടെ ഇത് വൻപാപമായി ഗണിക്കാതെ അതിനോട്ട് തൗബയും ചെയ്യില്ല. എന്തായിരിക്കും അവസ്ഥ? പറഞ്ഞു മനസ്സിലായോ? വൻപാപങ്ങൾ ഓരോന്നും പ്രത്യേകം എടുത്ത് നമ്മൾ തൗബ ചെയ്യണം. ചെറിയ പാപങ്ങൾ നമ്മൾ അത് തൗബ ചെയ്യേണ്ട ആവശ്യമില്ല, ഇബാദത്തുകളോട് പൊറുക്കപ്പെടുമല്ലോ എന്ന ലാഘവബുദ്ധിയോടെ അതിങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉറച്ചു പോയിട്ടുണ്ടാവും. അതിൽ നമ്മൾ ആണ്ടുപോയിട്ടുണ്ടാവും. അപ്പം അത് വൻപാപങ്ങളുടെ പദവിയിലേക്ക് ഉയരുമെന്നാണ്. അതിനോട്ട് നമ്മൾ തൗബ ചെയ്യൂല. ഇത് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതെ പോകാൻ കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെയാണ് ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് നമ്മളെ പഠിപ്പിച്ചെന്നത്. അതുകൊണ്ട് എപ്പോഴും, പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി 100 തവണ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ ദിക്റുകളിൽ അത് നമ്മൾ ഒഴിവാക്കരുത്. ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ തൗബയൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ്, എന്തെങ്കിലും വീഴ്ചകൾ നമ്മൾ അറിയാതെ പോയതുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് ദുആ ചെയ്യണം. എങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ തടസ്സമുള്ള പാപക്കറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി. ശരി, സലഫുകൾ ചിലർ പറഞ്ഞു, ലാ തസ്തബ്തി അന്നൽ ഇജാബത ഇദാ ദഅൗത വഖദ് സദത്ത തുറുഖഹ ബിദുനൂബ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ട് അവൻ ഉത്തരം നൽകുക എന്ന കാര്യത്തിന് നിങ്ങളായി തടസ്സം നിൽക്കരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഉത്തരത്തെ വൈകിപ്പിക്കരുത്. ദുആ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ദുആ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ അല്ലാഹുവിൽ നിന്നുള്ള ഉത്തരത്തെ വൈകിപ്പിക്കുന്നു. അത് സംഭവിക്കരുത്. വഖദ് സദത്ത തുറുഖഹ ബിദുനൂബ്. എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഉത്തരം വൈകിപ്പിക്കുന്നത്? നിങ്ങളുടെ തിന്മകൾ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന വാതിലുകൾ നിങ്ങൾ കൊട്ടിയടക്കുന്നു. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കണം. സുജൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ദുആ ഉണ്ട്. നമ്മൾ ചെയ്ത നാനാജാതി പാപങ്ങളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എത്ര ഗൗരവമുള്ളതാകട്ടെ എത്ര നിസാരമായതാകട്ടെ, എപ്പോൾ ചെയ്തതാകട്ടെ, എല്ലാം തിന്മകളുടെ എല്ലാ വകഭേദവും വൈജാത്യങ്ങളും പരിഹരിക്കാൻ തേടുന്ന മഹത്തായ ദുആ സുജൂദിൽ ചെയ്യാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജാമിഉം മാനിഉമായ ദുആ അറിയോ? ആർക്കെങ്കിലും അറിയോ? അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ല. അവരൊറ്റ വാചകം തന്നെ മതി. അല്ലാഹു എൻ്റെ എല്ലാ തിന്മകളും ചെറുതും വലുതും ഒക്കെ പെട്ടതിൽ നീ പുറത്തു തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ല ദിഖ്ഖഹു വജില്ല. ഏറ്റവും നിസാരമായതും അതിലെ ഏറ്റവും ഗൗരവമുള്ളതും, സൂക്ഷ്മമായതും വലിയ ഗൗരവമുള്ളതും, ചെറുതും വലുതും ഒക്കെ പെട്ടതിൽ. പിന്നെ വഅവ്വലഹു വആഖിറ. ഞാൻ ആദ്യം ചെയ്തത്, ജീവിതത്തിൽ ആദ്യമായി ചെയ്തതും എൻ്റെ ജീവിതത്തിൽ അവസാനമായി സംഭവിച്ചു. ആദ്യം ചെയ്തത് അവസാനം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണോ? അതിൻ്റെ ഇടയിലൊക്കെ പോയി. അപ്പൊ സകല തിന്മകൾ അവിടെ പെട്ടു. പിന്നെയും പറയുന്നത് വസിർറഹു അലാനിയത. ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. ഏത് തിന്മയാണ് അപ്പോൾ ഒഴിവാക്കിയത്? ഇതൊക്കെ നീ എനിക്ക് പുറത്തു തരണമേ. ഈ ദുആ നമ്മൾ പഠിച്ചു പ്രാർത്ഥിക്കണം. സുജൂദിൽ ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണത്. ഫർദിലാകട്ടെ സുന്നത്തിലാകട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ദുആകളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്ഥാനം പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അവിടുന്ന് തൗബ ചെയ്ത് പഠിപ്പിച്ചു കാണിച്ചു തരാണ്.
ഒരു പാപക്കറയും ബാധിക്കാത്ത പാപസുരക്ഷിതനായ മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 100 തവണ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് നമ്മെ കാണിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം ദുആക്ക് ഉത്തരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിൻ, സ്വന്തത്തോട് ഗുണകാംക്ഷയുള്ള ഒരു മുഅ്മിൻ, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അയ്യുക്സിറ മിനൽ ഇസ്തിഗ്ഫാരി വത്തൗബ മഅൽ ഇഖ്റാറി വൽ ഇഅ്തിറാഫി ബിദ്ദംബ്. തൻ്റെ പാപങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് തുറന്ന് സമ്മതിച്ച് ഇസ്തിഗ്ഫാറും തൗബയും അവൻ അധികരിപ്പിക്കണം. ചെയ്ത തെറ്റിൻ്റെ പേരിൽ അതിയായ ഖേദമുണ്ടാകണം. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ നമുക്കറിയാം. എങ്ങനെ നമ്മൾ തൗബ ചെയ്യേണ്ടത്? നസ്രാണികൾ തെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ ചെയ്യുന്ന കുമ്പസാരം പോലെയാണ്. അവരെന്തിനാണ് കുമ്പസരിക്കുന്നത്? ഇതേറ്റു പറഞ്ഞിട്ട് അടുത്ത പിന്നെന്താ പറയുക, തിന്മകളിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. അതാണ് അവരുടെ കുമ്പസാരം. ഇതുപോലെയല്ല ഒരു മുസ്ലിമിൻ്റെ തൗബ. മറിച്ച് ചെയ്ത തെറ്റിൻ്റെ പേരിൽ അതിയായ ഖേദമുണ്ടാകണം. അത് അള്ളാഹിനെ ബോധിപ്പിക്കുന്നതാവണം. ആൾക്കാരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടോ ഇമോഷണൽ ആയതുകൊണ്ടോ നല്ല കാര്യം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖേദം രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പുവരുത്തണം. ആ തെറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, ചിലപ്പോൾ കൂട്ടുകെട്ടാവും, സാഹചര്യമാവും, ജോലി ചെയ്യുന്ന ഇടമാകും നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്നതാകും, നമ്മുടെ സഹവാസമാകും. ആ സാഹചര്യമൊക്കെ ഇല്ലാതാക്കണം. തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കണം. പടപ്പുകളോട് ചെയ്ത എന്തെങ്കിലും വീഴ്ചകളാണെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടുവിക്കണം. എന്നിട്ട് വേണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ. ആ ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയേറും എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 9ാമത്തെ കാര്യം, അൽ ഇൽഹാഹു ഫി ദുആഇ വഅദം ഇസ്തിഅജാലിൽ ഇജാബത്തി. ദുആ ചോദിച്ചുകൊണ്ടേയിരിക്കണം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, മടുക്കാൻ പാടില്ല. ദുആക്ക് ഉത്തരം കിട്ടാൻ തിരക്ക് കൂട്ടാനും പാടില്ല. ഒരേ സമയം മടുക്കാതെ തിരക്ക് കൂട്ടാതെ നമ്മൾ ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലി അഹദിക്കും മാ ലം യഅജൽ. തിരക്ക് കൂട്ടാതെ ധൃതി കൂട്ടാതെ ദുആ ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ഒരാൾ ദുആ ചെയ്യാണ്, എന്നിട്ട് പറയാ ദഅഉതു റബ്ബി ഫലം യുസ്തജബ് ലി. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്താണ് ഞാൻ ചോദിച്ചത് കിട്ടാത്തത് എന്നൊരാൾ പറയരുത്. അത് തിരക്ക് കൂട്ടുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ദുആക്ക് 3-4 രൂപത്തിൽ അള്ളാഹു ഉത്തരം ചെയ്യും. തീർച്ചയാണ് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളും മര്യാദകളൊക്കെ പാലിച്ച് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു 3-4 രൂപത്തിൽ ഉത്തരം ചെയ്യും. 1, നമ്മൾ ചോദിച്ചത് അതുപോലെ അള്ളാഹു പെട്ടെന്ന് തരും. 2, വലിയ ഷർറുകൾ, മുസീബത്തുകൾ അള്ളാഹു തടഞ്ഞുകൊണ്ട് നമ്മളെ സംരക്ഷിക്കും അതിന് പകരമായി. 3, ഇത് രണ്ടുമല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് അള്ളാഹു നമുക്കത് പൂർത്തിയായി നീട്ടിവെച്ച് നൽകും. ഈ 3-4 രൂപത്തിൽ അള്ളാഹു ഉത്തരം ചെയ്യും. ഈ ഉറപ്പോടുകൂടി നമ്മൾ ദുആ ചെയ്യണം, തിരക്ക് കൂട്ടരുത്. ദുആ ചെയ്തിട്ട് എന്താണ് കാര്യം, എപ്പോഴാണ് എനിക്ക് ഉത്തരം ലഭിക്കുക എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ദുആഇന്റെ നല്ല മര്യാദകൾപ്പെട്ടതാണ് ഇൽഹാഉ ബിത്തലബി വതക്റാറു ദുആ വമുദാവമത്തു സുആൽ. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക, മടുക്കാതെ ആവർത്തിച്ച് ചോദിക്കുക. മഅ തഹറിൽ ഔഖാത്തിൽ ഫാദില. ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ സമയം. ദിവസവും അത് ആവർത്തിക്കുന്നുണ്ടല്ലേ? ദിവസവും ബാങ്കിന് ഇഖാമത്തിന്റെ ഇടയിൽ സമയമുണ്ട്, നിസ്കരിക്കുമ്പോൾ ദുആ ഉണ്ട്, സുജൂദിൽ ദുആ ഉണ്ട്. ദിവസവും ഈ പ്രോസസ്സ് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അവിടെയൊക്കെ ഒരു ദിവസം ചോദിച്ച് അടുത്ത ദിവസം മടുക്കരുത്. 2 ദിവസം ചോദിച്ച് 3-ാമത്തെ ദിവസം പിന്നെ ദുആ തീരെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ചോദിക്കാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പാണ്. മല്ലം യസ്അലില്ലാ യഗ്ദബ് അലൈഹി. ആര് അള്ളാഹിനോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കോപിക്കും. മുൻഗാമികൾ ചിലപ്പോൾ അള്ളാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബനി ആദം ഹീന യുസ്അലു യഗ്ദബു. അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു കോപിക്കും. അള്ളാഹുവിൻ്റെ പടപ്പുകളായ ആദം സന്തതികളോട് ചോദിച്ചാൽ, അല്ലെ മനുഷ്യന്മാരോട് ആവർത്തിച്ച് ചോദിച്ചാൽ വെറുക്കും. വേണ്ടപ്പെട്ടവരാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു കാര്യം വീണ്ടും ഇങ്ങനെ ചോദിച്ചാൽ വെറുപ്പിക്കല്ലേ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാൽ, ചോദ്യം ആവർത്തിക്കാതിരുന്നാലാണ് അള്ളാഹു കോപിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ പാഠം നമ്മെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാന്റെ അവസാനത്തിൽ സൂറത്ത് ആൽ ഇംറാനിൽ നോക്കൂ നിങ്ങൾ, അവസാനത്തിന് തൊട്ടു മുമ്പുള്ള പേജ് 75-ാമത്തെ പേജിൽ സൂറത്ത് ആൽ ഇംറാന്റെ 190 മുതലുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ. ആ രണ്ടായത്തുകൾക്ക് ശേഷം ആ ആയത്തിന്റെ അവസാനം ദുആ ഉണ്ട്. ആയത്തുകൾ മനസ്സിലായില്ലേ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മറിയുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തമുണ്ട്. ദിവസവും അവരത് കാണുന്നുണ്ട്. എന്താണ് ദൃഷ്ടാന്തം? എല്ലാ പുതിയതും പഴയതാകും, എല്ലാ ദൂരത്തുള്ളത് അടുത്താവും, എല്ലാവരും അവരുടെ അവധിയോട് ആയുസ് തീരാൻ പിന്നെ അവർ അള്ളാഹുവിലേക്ക് യാത്രയാകും. ഈ പാഠങ്ങളാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മറിയുന്നതിലുള്ളത്. അല്ലദീന യദ്കുറൂന അല്ലാഹ്, അവരാരാണ്? അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം അവരാലോചിക്കുന്നവരാണ്. എന്നിട്ട് അവർ ദുആ ചെയ്യും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹു, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, നീ എത്ര പരിശുദ്ധനാണ്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, റബ്ബേ, നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നുവെങ്കിൽ അവരെ നീ നിന്ദിച്ചിരിക്കുന്നു. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുന്നവർക്ക് സഹായികളായി ആരുമില്ല. വീണ്ടും ചോദിക്കാണ്, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാൻ, അല്ലാഹുവെ, വിളിച്ചു പറയുന്ന ഒരാൾ ഈമാനിലേക്ക് വിളിക്കുന്നതായി ഞങ്ങൾ കേട്ടു. അൻ ആമിനു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കണം, ഈമാൻ കൈക്കൊള്ളണം എന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ കേട്ടു. ഫആമന്ന, ഞങ്ങളെന്താ വിശ്വസിച്ചിരിക്കുന്ന റബ്ബേ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ തിന്മകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ റബ്ബേ. വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ, പുറത്തു തരണമേ. ഞങ്ങളെ സുഹൃതവാന്മാരോടൊപ്പം നീ മരിപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. വീണ്ടും ചോദിക്കുകയാണ്, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക്, നിന്റെ മുർസലീങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകണമേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ നിന്ദനാക്കരുതേ. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, നീ വാഗ്ദത്തം ലംഘിക്കാത്തവനാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത്ര ആയത്തുകളിൽ എത്ര തവണ റബ്ബന 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 എന്ന് ആവർത്തിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ചു? അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ, അവിടെ അവസാനം റബ്ബന മാ ഖലഖത ഹാദാ ബാതില, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാൻ, റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന, റബ്ബന വആതിനാ മാ വഅദ്തനാ. എത്ര തവണ റബ്ബന 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 എന്നുള്ള ദുആ ആവർത്തിച്ചു? എന്നിട്ട് അല്ലാഹു പറയാണ്, ഫസ്തജാബ ലഹും റബ്ബുഹും, അവർക്ക് അല്ലാഹു അവരുടെ ദുആക്ക് ഉത്തരം നൽകി. അന്നി ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, പണിയെടുക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങളൊന്നും ദുആ അടക്കം അതൊന്നും അല്ലാഹു പാഴാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം നൽകി. അവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി. എപ്പോൾ ഉത്തരം നൽകി എന്ന് പറഞ്ഞത്? അള്ളാഹുവിനോട് ദുആ ആവർത്തിച്ചു കൊണ്ടേയിരുന്നപ്പോൾ, റബ്ബന 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 എന്ന് നിരന്തരം വിളിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകി. അപ്പൊ നിരന്തരം അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഫസ്തജാബ ലഹും റബ്ബുഹും, അള്ളാഹു സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകാൻ കാരണമാണ്. 5 തവണയാണ് ചുരുങ്ങിയ ആയത്തുകൾ റബ്ബന റബ്ബന എന്നോട് ആവർത്തിച്ചത് സൂറത്ത് ആൽ ഇംറാന്റെ അവസാനം. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദുആക്ക് നമ്മൾ തിരക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞല്ലോ. ദുആക്ക് ഉത്തരം കിട്ടാൻ തിരക്ക് കൂട്ടുക എന്നുള്ളത് ആ ദുആ നമുക്ക് ഫലം ചെയ്യാതെ പോകാൻ കാരണമാകുന്ന ദുരന്തങ്ങളിൽപ്പെട്ടതാണ്. കാരണം ഫഇന്നൽ മുസ്തഅജില ഇൻദമാ യസ്തബ്തിഉൽ ഇജാബ യസ്തഹ്സിറു വയദഉ ദുആ ഗാലിബൻ, തിരക്ക് കൂട്ടി ദുആ ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ഈ ദുആ എനിക്ക് ഉത്തരം കിട്ടണില്ലല്ലോ എപ്പോഴാണ് കിട്ടുക എന്ന് തിരക്ക് കൂട്ടുന്ന ആളുകൾ അവസാനം ഈ തിരക്ക് കൂട്ടി എന്ത് സംഭവിക്കും? ദുആ ചെയ്യാൻ മടുക്കും. മടുത്ത അവസാനം എന്ത്? ദുആ എന്നെ ഒഴിവാക്കും.
അതെന്തായിരിക്കും? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു പറഞ്ഞു, എന്നോട് ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. എന്നോടുള്ള ദുആ ആകുന്ന ഇബാദത്തിൽ നിന്ന് ദുആ ചെയ്യാതെ അഹങ്കരിച്ച് പുറംതിരിഞ്ഞവർ അവർ വഴിയെ നിന്ദരായി നരകത്തിൽ പ്രവേശിക്കും. അവൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകാതെ സ്വയം പര്യാപ്തനായി തന്നെ കണ്ട് സ്വയം അവൻ എന്താ പറയുക, സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറി അഹങ്കാരിയായി മരിക്കാൻ കാരണമാവും. പിന്നെ തീരെ അള്ളാഹിനോട് ദുആ ചെയ്യാത്ത അവസ്ഥയിലെത്തും, ധിക്കാരിയാകുന്ന അവസ്ഥ ഉണ്ടാവും. തിരക്ക് കൂട്ടി ദുആ ചെയ്തുള്ള പ്രശ്നം എന്നത്. അങ്ങനെ അവൻ പാടെ ദുആ ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകും. മറിച്ച് അവന്റെ അവസ്ഥ എന്തായിരിക്കണം? ഒരു വിത്ത് നട്ട്, അതായത് നമ്മളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ ചെടി മുളച്ച് പഴം കായ്ക്കണം നമ്മൾ ആരെങ്കിലും പറയും? ബുദ്ധിയുള്ള ആരെങ്കിലും പറയും? അതുപോലെയാണ് ദുആ. പണ്ഡിതന്മാർ ചില പറഞ്ഞു, ഒരു ചെടി നടുന്നത് പോലെ അതിനെ പരിപോഷിപ്പിച്ച് അതിന് വളമിട്ട് അതിന് വെള്ളം തേവി ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ കായ്ച്ച് അതിൻ്റെ ഉപകാരം എടുക്കാൻ നമ്മൾ എത്ര കാത്തിരിക്കും? ഇതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവധാനതയോടെ സാവകാശത്തോടുകൂടി ദുആ ചെയ്യണം. ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമ്മെ ഉണർത്തുന്ന കാര്യം. ശരി, 10ാമത്തെ കാര്യം അയ്യജ്മഅ ഫീ ദുആഇഹി ബൈന അർ-റഗ്ബതി വർ-റഹ്ബതി. ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആയിൽ ഏതൊരു ഇബാദത്തിലും സമ്മേളിക്കുന്നത് പോലെ ഭയവും പ്രതീക്ഷയും ഒരുപോലെ സമ്മേളിക്കണം. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഭയവും പ്രതീക്ഷയും ഖൗഫും റജാഉം ഉണ്ടാകണം. അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ സൂറത്ത് അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതിന് ശേഷം അവരെ പരീക്ഷണങ്ങളിൽ നിന്നും അവരുടെ ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു രക്ഷ നൽകിയ കഥകളൊക്കെ വിവരിച്ചതിന് ശേഷം അല്ലാഹു മൊത്തത്തിൽ അമ്പിയാക്കളിലും അവരിൽ വിശ്വസിച്ചവരുടെയും വിശേഷണം പറയവേ പറഞ്ഞു, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ തിരക്കിട്ട് മുന്നേറിയവരായിരുന്നു. വയദ്ഊനനാ റഗബൻ വറഹബ, നമ്മോട് ഭയത്തോടും പ്രതീക്ഷയോടും ദുആ ചെയ്തവരുമായിരുന്നു അവർ. വകാനൂ ലനാ ഖാശിഈൻ, നമ്മോടുള്ള ദുആയിൽ അങ്ങേയറ്റം ഭയഭക്തിയും താഴ്മയുമുള്ളവരായിരുന്നു അവർ എന്ന് അല്ലാഹു പറയാണ്. അപ്പം അമ്പിയാക്കളുടെ ദുആഇന്റെ പ്രത്യേകതയാണ് ഒരേ സമയം അള്ളാഹുവിനോടുള്ള പേടിയും അള്ളാഹു അവന്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയും അവർ ഹൃദയത്തിൽ സ്വരുക്കൂട്ടുമായിരുന്നു എന്ന്. പ്രത്യേകിച്ച് ദുആ ചെയ്യുമ്പോൾ അതെല്ലാ ഇബാദത്തിലും നമുക്ക് വേണ്ടതാണ്. അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ പൊതുവായ വിശേഷണമായി പറഞ്ഞില്ലേ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ല, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കുന്നു, നൽകേണ്ടതെല്ലാം നൽകുന്നു, എന്നിട്ടും അവരുടെ ഹൃദയം പേടിച്ചു വറക്കുകയാണ്. എന്തിനാ പേടിച്ചു വറക്കുന്നത്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ, തങ്ങൾ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ പോയെങ്കിലോ എന്നവർ പേടിക്കുന്നതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദുആ സ്വീകരിക്കും, ഞാൻ ചോദിച്ചത് എനിക്ക് നൽകും എന്ന ഉറച്ച പ്രതീക്ഷ വേണം. സ്വർഗം നമ്മൾ മോഹിക്കണം, അള്ളാഹിന്റെ പ്രതിഫലം നമ്മൾ മോഹിക്കണം, അതിൽ പ്രതീക്ഷ വെക്കണം. അതോടൊപ്പം ഈ ദുആ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ ഞാൻ നഷ്ടക്കാരനാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ദുആ ചെയ്യണം എന്ന ചിന്തയും അവൻ്റെ മനസ്സിലുണ്ടാകും. ഇത് രണ്ടും വേണം, ഭയവും പ്രതീക്ഷയും ഒരുമിച്ച് വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച. ഖലീലും ഹബീബും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയാം? ഹബീബ് എന്ന് നമുക്ക് എല്ലാവരെയും കുറിച്ച് പറയാം, പക്ഷെ ഖലീൽ എന്ന് പറയണമെങ്കിൽ സ്നേഹിതൻ, ഒരു നോർമൽ സ്നേഹിതനൊക്കെ ഹബീബ് എന്ന് വേണമെങ്കിൽ പറയാം. ഖലീൽ എന്ന് പറയണമെങ്കിൽ അത്രയും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, ക്ലോസ് ഫ്രണ്ട്, നമ്മുടെ ആത്മസുഹൃത്ത് എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള പേരാണ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനോട് എത്രത്തോളം അടുത്ത നബിയായിരിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ പേരുണ്ട്. അമ്പിയാക്കളിൽ രണ്ട് പേരെ മാത്രമാണ് അള്ളാഹു ഇങ്ങനെ ഖലീൽ എന്ന് വിശേഷിപ്പിച്ചത്. ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അബുൽ അംബിയ, അബുൽ ഹുനഫ. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് നമ്മൾ പിൻപറ്റുന്നത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായി ഞങ്ങളെ മരിപ്പിക്കണമേ, ജീവിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ഖുർആനിലുടനീളം വത്തബിഅ മില്ലത ഇബ്രാഹിം എന്ന് നമ്മളോട് പിൻപറ്റാൻ വേണ്ടി ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കൽപ്പിച്ചിട്ടുണ്ട്.
ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന് ഭൂമിയിൽ ആദ്യമായി ഇബാദത്ത് ചെയ്യാൻ പടുത്തുയർത്തിയ കഅബാലയം, മഹത്തായ കഅബ എന്ന ഗേഹം, ഇന്നും ലോക മുസ്ലിമീങ്ങൾ ഹജ്ജ് ചെയ്യുന്ന ഇടം. അവിടെ കഅബ പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം നബി അള്ളാഹിനോട് ദുആ ചെയ്യാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു പറഞ്ഞ പണിയാണ് എടുത്തത്. എന്നിട്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരേ സമയം പ്രതീക്ഷയും ഭയവും സമ്മേളിച്ചുള്ളതുമാണ്. അള്ളാഹ് എങ്ങാനും ഇത് സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന ഭയമാണ്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാരിൽ ചിലർ ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വുഹൈബ് ഇബ്നു വർദ് റഹിമഹുല്ലാ, സലഫുകളിൽപ്പെട്ട അദ്ദേഹം ഈ ആയത്തോതിയിട്ട് കരയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, സൂറത്തുൽ ബഖറയിൽ 127-ാമത്തെ ആയത്ത്. ഈ ആയത്തോതിയിട്ട് അദ്ദേഹം കരയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ആലോചിച്ചിട്ട്. എന്താ പറയുന്നത് അദ്ദേഹം? യാ ഖലീൽ റഹ്മാൻ, അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ ഖലീലായ ഇബ്രാഹിം നബിയെ, തർഫഉ ഖവാഇമ ബൈത്തിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള കഅബാലയത്തിന്റെ തൂണുകൾ താങ്കൾ പടുത്തുയർത്തി. വഅൻത മുശ്ഫിഖുൻ അല്ലാ യതഖബ്ബല മിൻ, എന്നിട്ട് അള്ളാഹു അത് സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന് പേടിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എത്ര ശ്രേഷ്ഠമായ ദുആ ആണത് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൂലിയിലുള്ള പ്രതീക്ഷയും അവൻ നൽകുമെന്ന ഉറച്ച പ്രതീക്ഷയും, ഒപ്പം അവനത് സ്വീകരിക്കാതെ പോയെങ്കിലോ എന്നുള്ള പേടി നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.